അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അങ്ങനെ രാവിലെ ഒരു 9 മണിയൊക്കെ ആയി കാണും. എല്ലാവരും ചായയ്ക്ക് കുടി കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ്. ആ സമയത്താണ് നമ്മളെ ഹമീദ് വിളിക്കുന്നത്. നമ്മുടെ ജമീലത്താക്കാണ് വിളിച്ചത്. അസ്സലാമു അലൈക്കും, എന്തൊക്കെയുണ്ടുമ്മ വിശേഷങ്ങൾ, എല്ലാവരും സുഖമല്ലേ എന്നെല്ലാം ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ജമീലത്ത പറഞ്ഞു, ആ മോനെ അൽഹംദുലില്ലാ കുഴപ്പമൊന്നുമില്ല, ഇനിയിപ്പോൾ ഇജ്ജ് മരോട്ടി പോവാനൊക്കെ ആയില്ലേ, എന്നാൽ ഈ വഴിക്കൊക്കെ വരുന്നേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹമീദ് പറഞ്ഞു, ആ ഇൻഷാ അല്ലാഹ് പോവാൻ ഇനിയിപ്പോൾ അധികമൊന്നും ഇല്ലല്ലോ, ആകെ 10-15 ദിവസമുള്ളൂ. പിന്നെ അത് മാത്രമല്ല, ഇനിയിപ്പോൾ സ്കൂളൊക്കെ തുറക്കാൻ പോവാണ്, വെക്കേഷനും കഴിയാനായി, കുട്ടികൾക്ക് സ്കൂൾ തുറക്കല്ലേ. അപ്പോൾ എന്തായാലും ഞാൻ പോവുമല്ലേ, അതിൻ്റെ ഇടയിൽ നമുക്കൊന്ന് എവിടേക്കെങ്കിലും ഒന്നൊരു ട്രിപ്പ് പോയാലോ ചെറുതായിട്ടെന്നൊക്കെ ചോദിച്ചു. എങ്ങോട്ടെങ്കിലുമൊക്കെ ഒന്ന് പോകില്ലേ കുട്ടികളായിട്ട്, ഒക്കുണ്ടാവുമല്ലോ ഒക്കെ ഒരു പൂതി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മുടെ ജമീലത്ത് പറഞ്ഞു, ആ അതിനെന്താ മോനെ, പോവാലോ, എന്തായാലും ഞാനിവിടെ റസാക്ക് വരട്ടെ, ഓനോടും കൂടി സംസാരിക്കട്ടെ, എന്നിട്ട് വൈകിട്ട് ഞാനാണ് വിളിക്കുക എന്നെല്ലാം പറഞ്ഞു. അങ്ങനെ വൈകുന്നേരം റസാക്കും അതുപോലെ തന്നെ നമ്മുടെ അമീറും എല്ലാം വന്നപ്പോൾ, അതുപോലെ തന്നെ റസിയ, മക്കൾ, ഹാജറ, മോൻ എല്ലാവരും ഉണ്ട് അവിടെ. ആ സമയത്താണ് നമ്മുടെ ജമീലത്ത ഹമീദ് വിളിച്ച കാര്യങ്ങളും ഇങ്ങനെ നമുക്കൊന്ന് പോയാലോ എന്നെല്ലാം അവൻ ചോദിക്കുന്നുണ്ട്. എന്താ മോനെ വേണ്ടത് എന്നെല്ലാം ചോദിച്ചു. അപ്പോൾ റസാക്ക് പറഞ്ഞു, ആ അതിനെന്തമ്മ പോവാലോ, എന്തായാലും ഇപ്പോൾ കുട്ടികൾക്കും നമുക്കൊക്കെ ഒന്ന് പുറത്ത് പോവണ്ടേ, സ്കൂളെല്ലാം പൂട്ടി വെക്കേഷനും തീരാനായി, നമ്മളെ എവിടേക്കും പോയിട്ടൊന്നുമില്ലല്ലോ ഓരോ തിരക്കപ്പെട്ടിട്ട്, എന്തായാലും ഒന്ന് പോവാം, ഈ കാക്ക പറഞ്ഞതല്ലേ എന്നെല്ലാം പറയുന്നുണ്ട്. അതിനിടയിലാണ് നമ്മുടെ റസിയയും അതുപോലെ തന്നെ ആമിക്കുട്ടിയും പറഞ്ഞത്, ആ അതെ വലിമ്മ നമുക്ക് പോയാലോ. അതേപോലെ തന്നെ റസിയും പറഞ്ഞു, ആ മോള് എപ്പോഴും പറയും എങ്ങോട്ടേലൊക്കെ ഒന്ന് പോവായിരുന്നു എന്നൊക്കെ, ഞങ്ങൾക്ക് പിന്നെ എന്തെങ്കിലും കാര്യങ്ങൾ അങ്ങോട്ട് പറയാനുള്ളൊരു ബുദ്ധിമുട്ടുകൊണ്ടാണ്. ഏതായാലും ഇപ്പോൾ ഉമ്മ ആ കാര്യം പറഞ്ഞപ്പോൾ സന്തോഷമായി, ഇപ്പം തന്നെ നിങ്ങളെന്നാ ഹമീദിക്കാക്ക് വിളിച്ച് നോക്കി എന്നെല്ലാം പറഞ്ഞു. അത് കേട്ടതും നമ്മുടെ ജമീലത്തെ എടുത്തടിച്ച പോലെ പറഞ്ഞു, അത് നല്ല നേര്, അല്ല എങ്ങോട്ടപ്പം നിങ്ങൾ പുറപ്പെടുന്നത്, നിങ്ങളെന്തിനാ പോരുന്നത്, ഏതായാലും റസിയ കുറേ കാലമായില്ലേ എൻ്റെ പെരയിലൊക്കെ ഒന്ന് പോയി നിന്നിട്ട്, അപ്പം ഉമ്മാൻ്റെ ഒട്ടൊരു കാര്യം ചെയ്യും, ഞങ്ങൾ വരുമ്പോഴേക്കിന് എന്തായാലും എൻ്റെ പെരയിലൊക്കെ ഒന്ന് പോയി ഉമ്മാനിപ്പാനൊക്കെ ഒന്ന് കണ്ടു വന്നോളാം, പ്രായമായിരിക്കല്ലേ, എപ്പോഴാണ് എന്താ സംഭവിക്കാമെന്നും പറയാൻ പറ്റൂലല്ലോ, ഒന്ന് പോയിട്ട് അവരൊക്കെ ഒന്ന് കണ്ടു വന്നോളാം. പിന്നെ ഇന്ന് പോയിട്ട് നാളെ തന്നെ പോന്നോളാം കേട്ടോ, അല്ലാതെ ഞങ്ങളേതായാലും 2 ദിവസം നിൽക്കാമെന്നാണ് അവൻ പറഞ്ഞേക്കണേ, അല്ലാതെ അതുവരെ ഇപ്പോൾ നിങ്ങളവിടെ നിൽക്കൊന്നും വേണ്ട, ഇവിടെ പിന്നെ ആകെ പൊടിയെല്ലാം പിടിച്ച് മാറാല കെട്ടി കിടക്കും, ഇവിടെ ആകെ വൃത്തികേടായി കിടക്കും, ദിവസം അടിച്ചൊരു തുടക്കുന്ന സ്ഥലമല്ലേ, അതൊന്നും മുടങ്ങാൻ പറ്റൂല. അപ്പോൾ എന്തായാലും ഞങ്ങൾ പോയിട്ട് ഈ പോയി പിറ്റേ ദിവസം തന്നെ രാവിലെ ഇങ്ങോട്ട് ഉമ്മാനെയും വാപ്പാനെയും കണ്ട് ഓരോ കൂടെ ഒരു ദിവസം നിൽക്കും ചെയ്തും പോന്നോളാം, എൻ്റെ എപ്പത്തിയും പരാതിയല്ലേ ഓരോ കൂടെ നിൽക്കാൻ പറ്റണില്ല, ഞങ്ങൾ വിടണില്ല എന്നൊക്കെ, അതുകൊണ്ട് ഉമ്മാൻ്റെ കുട്ടി അങ്ങനെ ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞു. ഇത് കേട്ടതും ഒരു കണക്കിന് നമ്മുടെ റസിയാക്ക് സന്തോഷം തോന്നി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവൾ ഒരുപാട് കാലമായിരുന്നു നമ്മുടെ അലിക്കാൻ്റെ, സൈനബത്താൻ്റെ, സെൽമോൻ്റെ ഒക്കെ കൂടെ ഒന്ന് അന്തി ഉറങ്ങിയിട്ട്. ആ ഒരു കാര്യം ആലോചിക്കുമ്പോൾ അവൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്. പക്ഷേ അവർ എന്തായാലും 2-3 ദിവസം കഴിയും നമ്മുടെ ജമീലത്തെയും റസാക്കുമെല്ലാം ട്രിപ്പ് പോയിട്ട് വരാനെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു 3 ദിവസം അവിടെ നിൽക്കാൻ പറ്റുകയാണെങ്കിൽ പിന്നെയും ഒരാശ്വാസമായിരുന്നു. ഇത് താനും ഉമ്മാനും ഉപ്പാനും കണ്ടുവരുന്നത് പോലെ തന്നെ ഒരു രാത്രി അവിടെ കിടക്കാമെന്ന് തന്നെ ഉള്ളൂ, പോയിട്ട് പിറ്റേന്ന് രാവിലെ എത്തണമെന്നാണ് ആജ്ഞ. അതും എല്ലാവരും പോയി ഇവിടെ എല്ലാം വൃത്തിയാക്കി വൈകുന്നേരം പോയിട്ട് രാവിലെ തന്നെ എത്തണമെന്ന് ആജ്ഞ. ഇതിപ്പോൾ എന്താ രാത്രിയൊന്നും അവിടെ കടന്നുറങ്ങാനാണോ പോണത്, അല്ലെങ്കിൽ ഒരു പോയിട്ട് 2-3 ദിവസം കഴിഞ്ഞ് അന്ന് അവർ വരുമ്പോഴേക്ക് വരാൻ പറയുകയാണെങ്കിൽ പിന്നെയും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതിപ്പോൾ താൻ ഇടയ്ക്ക് ഒന്നും ഉമ്മാനിപ്പാനും പോയി കണ്ടുവരുന്ന അതേപോലെ ഇപ്പോൾ പറയണത്. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ ആമിക്കുട്ടി ഒരിക്കലും അവൾ പുറത്തു പോവുകയോ ഇതുപോലെ ഒരു സ്ഥലങ്ങൾ കാണുകയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം റസാക്കായിട്ട് അവളെ എങ്ങോട്ടും കൊണ്ടുപോവില്ല, റസിയാനെയും കൊണ്ടുപോവില്ല.
റസിയയും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണം കഴിഞ്ഞിട്ട് ശരിക്കൊരു ഹണിമൂൺ പോലും പോയിട്ടില്ല. അങ്ങനെ ഒരു അവസരമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ആ സമയത്താണിപ്പോൾ തന്നോടും ആമിക്കുട്ടിയോടും പോരണ്ട എന്ന് പറയുന്നത്. അത് കേട്ടപ്പോൾ അവൾക്ക് ഭയങ്കര സങ്കടം തോന്നി. പിന്നെ എന്ത് ചെയ്യാമെന്ന് വിചാരിച്ചാൽ അവരോട് അങ്ങോട്ട് പറഞ്ഞിട്ട് കാര്യമില്ല, സംസാരിച്ചിട്ടോ കാര്യമില്ല. അതുകൊണ്ട് തന്നെ അവൾ ഇനിയിപ്പോൾ പോകണ്ട എന്നും തീരുമാനിച്ചു. സങ്കടപ്പെട്ട് നിൽക്കുന്ന ആമിക്കുട്ടിയുടെ മുഖത്തേക്കൊന്ന് നോക്കി. എന്നാലും ആമിക്കുട്ടിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സങ്കടമുണ്ട്. പക്ഷേ അവൾക്കറിയാം അവിടെ സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല, അവിടെ ഉമ്മയും ഉപ്പയും വിചാരിക്കുന്നതേ നടക്കൂ. അതുകൊണ്ട് ഇപ്പോൾ ഇനി അവരോട് പറയാനോ തർക്കിക്കാനോ സങ്കടപ്പെടാനോ നിന്നിട്ടുമെന്നും കാര്യമില്ല. അതുകൊണ്ട് തന്നെ അവൾ യാതൊരു ഒരു വ്യത്യാസമില്ലാതെ ഒരു ഹാലിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ അവർ ഹമീദിനെ വിളിച്ചു, കാര്യങ്ങളെല്ലാം പറഞ്ഞു. അപ്പോൾ നമ്മുടെ ജമീലത്താനോട് പറഞ്ഞു, എന്നാൽ ഇനി വൈകണ്ട കേട്ടോ, നമുക്ക് നാളെ ഇൻഷാ അല്ലാഹ് രാവിലെ തന്നെ പുറപ്പെടാം. എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ വണ്ടിയുണ്ട്, ഒരു ചെറിയ ട്രാവലർ, അത് നമുക്ക് ഏൽപ്പിക്കാം. ഒരു 14 സീറ്റ് ഉണ്ട്, അതിൽ പോവാം നമുക്ക്. അപ്പോൾ അങ്ങനെ ചെയ്യാം എന്നെല്ലാം പറഞ്ഞ് നമ്മുടെ ഹമീദ് ഫോൺ വെച്ചു. അന്ന് രാത്രി കുട്ടികളും അതുപോലെ തന്നെ ജമീലത്തെയും അതുപോലെ തന്നെ അമീറും റസാക്കും ആരും ഉറങ്ങിയില്ല. അവരെല്ലാം നേരെ വെളുത്താൽ മതി, ട്രിപ്പ് പോവാലോ എന്ന് വിചാരിച്ച് നിൽക്കുകയാണ്. ഊട്ടി, മൈസൂർ അവിടെയെല്ലാം കറങ്ങി വരാനും അതുപോലെ തന്നെ 2 ദിവസം റൂമെടുത്ത് നിൽക്കാനുമാണ് അവരുടെ പ്ലാന്. ഹമീദിൻ്റെ കയ്യിൽ അത്യാവശ്യം പൈസ ഉള്ളത് കൊണ്ട് തന്നെ അവൻ ക്യാഷെല്ലാം എടുക്കും. ഇവർക്ക് പൈസ ചിലവൊന്നുമില്ല, വെറുതെ ഒന്ന് പോയി കൊടുത്താൽ മതി. അതുകൊണ്ട് തന്നെ എല്ലാവരും നല്ല ത്രില്ലിലാണ്. അങ്ങനെ നേരം വെളുത്തു. എല്ലാവരും ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്ത് എല്ലാം റെഡിയാക്കി പെട്ടിയെല്ലാം പാക്ക് ചെയ്തു. കൊണ്ടുപോകാൻ കുറച്ച് ബേക്കറിയും സാധനങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഹമീദും സൈഫും മക്കളും നമ്മുടെ ജമീലത്താൻ്റെയും റസാക്കിൻ്റെയും വീട്ടിലെത്തി. അങ്ങനെ പോകാനായിട്ട് എല്ലാവരും റെഡിയായി ഉമ്മറത്തെത്തി. വണ്ടിയും വന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഒരു ട്രാവലറാണ് നമ്മുടെ ഹമീദിൻ്റെ കൂട്ടുകാരൻ്റെ. എല്ലാവരും ഇറങ്ങാനായി ഹാളിലേക്ക് എത്തിയപ്പോൾ റസിയാനെയും ആമിക്കുട്ടിയെയും ആ കൂട്ടത്തിൽ കണ്ടില്ല. അപ്പോൾ ഹമീദ് ചോദിച്ചു, എന്താ റസിയ, ഇറങ്ങാനായില്ലേ? ആമിമോളെ വേഗം വാ, മുത്താപ്പാൻ്റെ കുട്ടി വേഗം റെഡിയായി വായോ, വണ്ടി വെയിറ്റ് ചെയ്യുകയാണ്, പെട്ടെന്ന് ഇറങ്ങ് എന്നെല്ലാം പറയുന്നുണ്ട്. നമ്മുടെ റസാക്കും ജമീലത്തെയും അവർ ഇറങ്ങുന്ന സമയത്ത് തൊട്ടടുത്ത വീട്ടിലേക്ക് പറഞ്ഞു വിട്ടതായിരുന്നു. പിന്നെ പോകുന്ന സമയത്ത് നിങ്ങളെ ഇവിടെ കാണരുത്, കണ്ടു കഴിഞ്ഞാൽ ഹമീദ് എങ്ങനെയെങ്കിലും നിങ്ങളെ പിടിച്ച് ആ വണ്ടിയിൽ കയറ്റും, അതുകൊണ്ട് ഇറങ്ങുന്ന സമയത്ത് ഇവിടെ കാണരുത് എന്ന് പറഞ്ഞ് തൊട്ടടുത്ത വീട്ടിലേക്ക് പറഞ്ഞയച്ചതാണ് അവരെ. അങ്ങനെ 1-2 തവണ വിളിച്ചിട്ടും മറുപടിയൊന്നും കാണാത്തപ്പോൾ നമ്മുടെ ഹമീദ് ചോദിച്ചു, ഈ റസിയയും ആമിയും എന്തെടുക്കുകയാണ്? എവിടെ റസാക്കെ അവർ? ഉമ്മ എവിടെയാണ് അവർ? പെട്ടെന്ന് ഇറങ്ങാൻ പറയാം അവരോട്, നിങ്ങളെ റൂമിൽ പോയിട്ട് പറയുമെന്നെല്ലാം പറഞ്ഞു. ഇത് പറഞ്ഞപ്പോൾ നമ്മുടെ ജമീലത്തെയും റസാക്കും ഇങ്ങനെ നിന്ന് പരുങ്ങുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹമീദ് ചോദിച്ചു, അല്ല എന്താണ് നിങ്ങളോട് ചോദിക്കുന്നത്, നിങ്ങൾക്ക് കേൾക്കുന്നില്ലേ? റസിയാനെ പോയി വിളിച്ചു കൊണ്ടുവരി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ജമീലത്തെ പറഞ്ഞു, മോനെ, നമ്മുടെ റസിയ മോൾക്കേ ചെറുതായി സുഖമില്ല, അപ്പം ഞാൻ അവരോട് പറഞ്ഞു, ഇനിയിപ്പോൾ അവിടെയൊക്കെ തണുപ്പും കാര്യങ്ങളൊക്കെ ആണെങ്കിലോ കാലാവസ്ഥ മോശമാണെങ്കിലോ അപ്പോൾ ഒന്ന് ഡോക്ടറൊക്കെ കാണിച്ചിട്ട് ഈ പെരയിൽ പോയിക്കോ, എന്നിട്ട് ഞങ്ങൾ വരുമ്പോഴേക്കാണ് വന്നാൽ മതി എന്നാണ് പറഞ്ഞിട്ട്. 2-3 ദിവസമല്ലേ ഓളൊന്ന് പെരയിൽ പോയിട്ട് റെസ്റ്റ് എടുക്കട്ടെ, ഓൾക്ക് എന്തായാലും ഓളെ പെരയ്ക്ക് പോകാൻ പറ്റില്ല, ഉമ്മാൻ്റെ ഉപ്പാൻ്റെ കൂടെ നിൽക്കാൻ പറ്റില്ല എന്നൊക്കെയുള്ള ഒരു പരാതിയാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ പോയി വരുമ്പോഴേക്കിന് ഓലെന്നോട് ഞാൻ അവിടെ പോയി നിൽക്കാനാണ് പറഞ്ഞിട്ട്, നമ്മൾ വരുമ്പോഴേക്കിന് വന്നാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നാൽ പിന്നെ ഉമ്മാൻ്റെ കുട്ടിക്ക് 2 ആളെ കാര്യം നോക്കണ്ടല്ലോ, 2 ആളെ ചിലവ് നോക്കണ്ടല്ലോ. ഓളും പിന്നെ ആമി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഓലെ ഭക്ഷണവും സാധനങ്ങളും ഓലെ ചിലവും കാര്യങ്ങളൊന്നും ഉമ്മാൻ്റെ കുട്ടിക്ക് നോക്കണ്ടല്ലോ. അപ്പോൾ ഓളും പിന്നെ ആമിക്കുട്ടിയും കൂടി ഓലവിടെ പോയി നിന്നോളും. ഉമ്മാൻ്റെ കുട്ടി എന്തായാലും പോരാൻ നോക്കിങ്ങ് ആ വണ്ടിക്കാരനെ ഇങ്ങനെ വെയിറ്റ് ചെയ്യിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും പെട്ടെന്ന് വണ്ടിക്ക് സാധനങ്ങൾ എടുത്തു വെച്ചാണ് എന്നെല്ലാം പറയുന്നുണ്ട് നമ്മുടെ ജമീലത്ത.
നമ്മുടെ ഹമീദിന് ഒരു സംശയം തോന്നി. അവൻ ഇങ്ങനെ സൈഫുവിൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി എന്തോ ഇങ്ങനെ ആക്ഷൻ കാണിച്ചു. അപ്പോൾ സൈഫുവിനും കാര്യം മനസ്സിലായി എന്ന നിലക്ക് അവളും ഇങ്ങനെ കണ്ണുകൊണ്ട് ആംഗ്യം കാണിച്ചു. അപ്പോൾ നമ്മുടെ ഹമീദ് പറഞ്ഞു, അല്ല എന്നാലും അങ്ങനെയല്ലല്ലോ, അങ്ങനെ സുഖമില്ലാത്തതാണെങ്കിലും അങ്ങനെ സുഖമില്ലാത്ത ഒരാളെ ഇട്ടിട്ട് ഇപ്പോൾ നമ്മൾ പോണത് ശരിയല്ലല്ലോ. ഒന്ന് ഡോക്ടറെ പോണ വഴിക്ക് നമുക്കൊരു ഡോക്ടറെയൊക്കെ കാണിക്കാം. എന്തായാലും നമ്മൾ ഇറങ്ങുമ്പോൾ ഇവിടെ ആൾ വേണ്ടേ? ഇനിയിപ്പോൾ സുഖമില്ലാന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ ഇവിടുന്ന് എങ്ങോട്ടാണ് പോയത്? എന്തിനാ ഇപ്പോൾ അടുത്ത വീട്ടിലേക്കൊക്കെ പോണത്? അങ്ങനെ സുഖമില്ലാത്തതാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഇറങ്ങുമ്പോൾ അങ്ങനെ അടുത്ത വീട്ടിലേക്ക് പോകേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അവരില്ലാതെ എങ്ങനെ ശരിയാവണ്? എന്തായാലും നമ്മുടെ ഹജറാൻ്റെ ചെറുക്കനോട് പറഞ്ഞു, എടാ മോനെ അക്കു, നീ പോയിട്ട് അമ്മായിനെയും റസിയ മേമാനെയും ആമി മോളെയും ഒന്ന് വിളിച്ചു കൊണ്ടുപോവാ, മൂത്താപ്പ എന്നവരോട് ചോദിക്കട്ടെ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അക്കുവിനെ അങ്ങോട്ട് പറഞ്ഞയച്ചു. അങ്ങനെ അക്കു പോയിട്ട് നമ്മുടെ റസിയാനെയും ആമി മോളെയും കൂട്ടിക്കൊണ്ടുവന്നു. അങ്ങനെ ഹമീദ് ചോദിച്ചു, അല്ല റസിയ, എന്താണ് നിനക്ക്? വയ്യേ? ഡോക്ടറെ കാണിക്കണ്ടേ? അങ്ങനെ വെയ്യാതെ വെച്ചിരിക്കാൻ പറ്റുമോ എന്നെല്ലാം ചോദിച്ചു. അപ്പോൾ റസിയ പറഞ്ഞു, അത് ചെറിയൊരു പനി, അത് ഞാൻ കാണിച്ചുകൊണ്ട്, നിങ്ങൾ പോയിക്കോളി ഡോക്ടറെ കാണിച്ചുകൊണ്ട് എന്നെല്ലാം പറഞ്ഞു. അപ്പോൾ ഹമീദ് പറഞ്ഞു, എന്നിട്ട് നിൻ്റെ മുഖത്ത് അതിൻ്റെ ക്ഷീണമൊന്നും കാണാനില്ലല്ലോ, ആൾ നല്ല ഉഷാറാണല്ലോ എന്നെല്ലാം പറഞ്ഞു. എന്നിട്ട് സൈഫുവിനോട് പറഞ്ഞു, സൈഫു നീ ഒന്ന് റസിയാനെ തൊട്ട് നോക്ക്, പനി ഒട്ടുണ്ടോ എന്നൊന്ന് അറിയണമല്ലോ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് സൈഫുവിനോട് പറഞ്ഞു. അങ്ങനെ സൈഫു ഇങ്ങനെ തൊട്ട് നോക്കുമ്പോൾ റസിയാക്ക് യാതൊരു പനിയുടെ ഒരു ലക്ഷണം പോലുമില്ല. അപ്പോൾ സൈഫ് പറഞ്ഞു, ഇല്ല പനിയൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ജമീലത്തെ ഇടയ്ക്ക് കയറി പറഞ്ഞു, അത് അവൾ വല്ല പാരസിറ്റാമോൾ എടുത്ത് കഴിച്ചിട്ടുണ്ടാവും, അതായിരിക്കും ഇപ്പോൾ പനി വിട്ടതായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഹമീദ് നമ്മുടെ റസിയാനോട് പറഞ്ഞു, റസിയ സത്യം പറയണം, നിനക്ക് പനിയുണ്ടോ? യഥാർത്ഥത്തിൽ നിനക്ക് വല്ല അസുഖവും ഉണ്ടോ? അതോ ഇവിടുന്ന് ആരെങ്കിലും നിന്നോട് വരണ്ട എന്ന് പറഞ്ഞിട്ടാണോ? എനിക്കറിയാമല്ലോ ഇവിടെയുള്ളവരെ എന്നെല്ലാം പറഞ്ഞു. ഇത് കേട്ടപ്പോൾ റസിയ, അത് കുഴപ്പമില്ല ഹമീദക്ക, നിങ്ങളൊക്കെ പോയി വരും, ഞാൻ വീട്ടിൽ പോയിട്ട് അങ്ങനെ ഉമ്മാനൊക്കെ ഒന്ന് കണ്ടുവരാൻ കരുതുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹമീദ് പറഞ്ഞു, നീ റസിയയും ആമിമോളും ഇല്ലെങ്കിൽ ആരും ഇവിടുന്ന് ഇറങ്ങുന്നില്ല. എടാ ഡ്രൈവറിനോട് പറഞ്ഞു, എടാ മുജീബേ, ഒരു കാര്യം ചെയ്യ്, നീ പോയിക്കോ, ഞങ്ങൾ ഈ ട്രിപ്പ് ക്യാൻസലാക്കിയിട്ടുണ്ട്, എനിക്ക് ഞാൻ തൽക്കാലം അതിന് ഉള്ള ചെറിയൊരു നഷ്ടപരിഹാരം തരാം, നീ വേറെ വല്ല ട്രിപ്പ് ഉണ്ടെങ്കിൽ ഏറ്റവും എന്നെല്ലാം പറഞ്ഞിട്ട് നമ്മുടെ വാടി സൈഫു നമുക്ക് പോവാം, അല്ലാതെ കുറച്ച് പേര് മാത്രം പോവുക, ബാക്കിയുള്ളവരിവിടെ ഒരു സന്തോഷമില്ലാതെ നിൽക്കുക, അതൊന്നും ശരിയാവില്ല. പോവുകയാണെങ്കിൽ എല്ലാവരും പോകണം, പോകുന്നില്ലെങ്കിൽ ആരും പോവണ്ട എന്നെല്ലാം പറഞ്ഞ് ഹമീദ് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കുകയാണെന്ന് വെച്ചപ്പോൾ നമ്മുടെ ജമീലത്ത പറഞ്ഞു സൈഫുവിനടി, എടി എന്നാൽ നീയും ഇവളും പോയി പെട്ടെന്ന് മാറ്റി ഒരുങ്ങി വാ, ഇനി ആ വണ്ടിക്കാരനെ വെയിറ്റ് ചെയ്യിക്കണ്ട, ഇനിയിപ്പോൾ നിങ്ങളില്ലായിട്ട് ആരും പോകുന്നില്ലെങ്കിൽ ഇനിയിപ്പോൾ അത് മുടങ്ങിയെന്ന് ലാസ്റ്റ് അതിൻ്റെ കുറ്റം എൻ്റെ തലീക്കായിരിക്കും വരിക, എൻ്റെയും എൻ്റെ റസാക്കുമാൻ്റെയും, അതുകൊണ്ട് ഇനിയിപ്പോൾ നീ വരാതിരിക്കണ്ട എന്നെല്ലാം പറഞ്ഞ് മുഖം ഒരു ഭാഗത്തേക്ക് കയറ്റി പിടിച്ച് അവർ ഡ്രസ്സ് ചെയ്ത് വരുവോളം ഇവിടെ ഇരുന്നോളി മക്കളെ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ജമീലത്ത് അങ്ങനെ ദേഷ്യപ്പെട്ട് പറഞ്ഞു. അപ്പോൾ ഹമീദ് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഓക്കെ, പോവുകയാണെങ്കിൽ എല്ലാവരും പോകുന്നു, അല്ലെങ്കിൽ ആരും പോകുന്നില്ല എന്നെല്ലാം പറഞ്ഞ് ഹമീദും ആ ഒരു വാശിയിൽ തന്നെ അവിടെ ഇരുന്നു. അങ്ങനെ പെട്ടെന്ന് തന്നെ നമ്മുടെ റസിയയും ആമിക്കുട്ടിയും റെഡിയായി വന്നു. അങ്ങനെ എല്ലാവരും സന്തോഷത്തോടു കൂടി അവരുടെ യാത്ര അങ്ങനെ ആരംഭിക്കുകയാണ്. അങ്ങനെ അവർ ഏകദേശം ഊട്ടിയിൽ എത്താനായിട്ടുണ്ട്. ആദ്യം അവർ പോകുന്നത് ഊട്ടിയിലേക്കാണ്. അങ്ങനെ അവിടെ എത്തുന്ന സമയത്ത് പ്രകൃതി രമണീയമായ അതിമനോഹരമായ പച്ചപ്പും മനോഹരമായ തോട്ടങ്ങളും പൈൻ മരങ്ങളും അതുപോലെ ഊട്ടിയുടെ മനോഹരമായ ഓരോ കാഴ്ചകളും കാണുമ്പോൾ നമ്മുടെ ആമിക്കുട്ടി ഇങ്ങനെ സന്തോഷം കൊണ്ട് ഇങ്ങനെ അവളിങ്ങനെ അത് ആസ്വദിച്ച് തന്നെ ഇരിക്കുകയാണ്. അവൾ ഓരോന്ന് കാണുമ്പോഴും ഉമ്മ നോക്ക് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് നമ്മുടെ റസിയാനിങ്ങനെ കാണിച്ച് ഇങ്ങനെ പറയുന്നുണ്ട്. ഇതെല്ലാം കണ്ടപ്പോൾ നമ്മുടെ ഹമീദിന് ഒരുപാട് സന്തോഷമായി. പാവം കുട്ടി ആദ്യമായിട്ട് പോരുകയാണല്ലോ, അതുപോലെ തന്നെ റസിയയും ആദ്യമായിട്ട് പോരുകയാണല്ലോ. പിന്നെ റസിയ വലിയൊരു മുതിർന്ന ആളാവുന്നത് കൊണ്ട് തന്നെ അവളുടെ ഉള്ളിൽ അവൾ ആസ്വദിക്കുന്നുണ്ടെങ്കിലും അവളിങ്ങനെ തുറന്ന് പറയുന്നില്ല. പക്ഷെ ആമിക്കുട്ടിയാണെങ്കിൽ അവൾ ചെറുപ്പം കുട്ടിയല്ലേ, അപ്പോൾ അവൾ ആ സന്തോഷം പ്രകടിപ്പിക്കുകയാണ്.
ആ എന്ത് ഭംഗിയാണ്, അതാ നോക്ക് കുരങ്ങന്മാരെന്നെല്ലാം പറയുന്നത്. പോകുന്ന വഴിയെല്ലാം റോഡ് സൈഡിൽ ചെറിയ ചെറിയ ഈ ഒരു കുരങ്ങന്മാരിങ്ങനെ ഇരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഓരോ യാത്രക്കാർ അവർക്ക് ഓരോ ഭക്ഷണമെല്ലാം കഴിക്കാൻ കൊടുത്തിട്ട് അവരതിങ്ങനെ കഴിക്കണമൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ആമിക്കുട്ടി ഓരോന്നും ഇങ്ങനെ വിളിച്ച് പറയാണ്. അപ്പോൾ ഇത് കണ്ടപ്പോൾ നമ്മുടെ ജമീലത്താക്ക് ദേഷ്യം വന്നു. അവർ പറഞ്ഞു, ഒന്നും മിണ്ടാതെ അടങ്ങിയിരിക്കടി പെണ്ണെ, ആദ്യമായിട്ട് പോകുന്നത് അവളിങ്ങനെ 4 ആളെ അറിയിച്ചിട്ട് ഒന്നും മിണ്ടാതെ ഇരിക്കടി എന്നെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹമീദ് പറയുന്നുണ്ട്, ഉമ്മ മിണ്ടാതിരിക്കുമെന്ന്, അവൾ ആദ്യമായിട്ട് പുറത്ത് പോവുകയല്ലേ, അവൾക്ക് അതിൻ്റെ ഉണ്ടായിരിക്കില്ലേ. പിന്നെ ഇപ്പോൾ നമ്മളിങ്ങനെ യാത്ര പോകുന്നതൊക്കെ നമ്മൾ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടല്ലേ, അപ്പം മാക്സിമം അവളെ എൻജോയ് ചെയ്യട്ടെ, ഉമ്മ എന്തിനാ അത് തടയാൻ നിൽക്കുന്നത് എന്നെല്ലാം പറഞ്ഞ് ഹമീദ് ഇങ്ങനെ ജമീലത്താനോട് ദേഷ്യപ്പെടുന്നുണ്ട്. ജമീലത്ത പറയുന്നുണ്ട്, ഇനി ഞാനായിട്ടൊന്നും പറയുന്നില്ലേ, ഞാൻ പറഞ്ഞാൽ അല്ലെങ്കിൽ എപ്പോഴും കുറ്റമാണല്ലോ, ഇനി ഞാനൊന്നും മിണ്ടുന്നില്ല, ഞാനായിട്ട് ആരുടെ സന്തോഷമൊന്നും കളയുന്നില്ല എന്നെല്ലാം അവർ പറയുന്നുണ്ട്. അങ്ങനെ അവിടെ ഏകദേശം എത്താനായി, എല്ലാവർക്കും നന്നായിട്ട് വിശക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹമീദ് പറഞ്ഞു, എല്ലാവർക്കും വിശന്നില്ലേ, ഡ്രൈവറോട് പറഞ്ഞു, നല്ലൊരു ഹോട്ടൽ കാണുകയാണെങ്കിൽ ഒന്ന് നിർത്ത് കേട്ടോ, പാർക്കിംഗ് സൗകര്യമൊക്കെ ഉള്ളൊരു ഹോട്ടലിൽ അവിടെ അതിൻ്റെ അടുത്തായിട്ടൊന്ന് നിർത്ത്, എല്ലാവർക്കും ഭക്ഷണം കഴിക്കാം എന്നെല്ലാം പറഞ്ഞു. അങ്ങനെ അവർ പോകുന്ന വഴി നല്ല ഒരു അടിപൊളി ഹോട്ടൽ കണ്ടു. അങ്ങനെ അതിൻ്റെ മുൻപിൽ നിർത്തി. അങ്ങനെ അവരെല്ലാം ഭക്ഷണം കഴിക്കാനായി ഹോട്ടലിൽ കയറി. അപ്പോൾ ഹമീദ് ചോദിച്ചു എല്ലാവരും എന്നിട്ട് എല്ലാവർക്കും എന്തെല്ലാം ആണ് വേണ്ടത് എന്നെല്ലാം ചോദിച്ചു. അപ്പോൾ നമ്മുടെ ജമീലത്ത് പറഞ്ഞു, എനിക്ക് ഇവിടുത്തേക്ക് അങ്ങനെ കണ്ണി കണ്ട ഭക്ഷണമൊന്നും പറ്റൂല, നല്ല വെറുംചോറുണ്ടോ എന്നെല്ലാം ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹമീദ് പറയുന്നുണ്ട്, ഉമ്മ ഇവിടെ നമ്മുടെ നാട്ടിലത്തെ അരിയൊന്നും കിട്ടൂല, ഇവിടെ ഉള്ള ഭക്ഷണം എന്താ വെച്ചാൽ അത് കഴിക്കേണ്ടി വരും എന്നെല്ലാം പറഞ്ഞിട്ടുണ്ട്. എന്തായാലും അങ്ങനെ എല്ലാവരും ഭക്ഷണമെല്ലാം ഓർഡർ ചെയ്ത് ഭക്ഷണമെല്ലാം കഴിച്ചു. പുറത്തിറങ്ങിയപ്പോൾ നമ്മുടെ ജമീലത്ത് പറയുന്നുണ്ട്, ഞാൻ നേരെ തിന്നില്ല, എന്ത് ചോറാ ഇത്, എന്തരിയാണ് ഇത് ഇവിടെ ഉള്ളവരൊക്കെ ഇപ്പോൾ ദിവസം തന്നെയാണല്ലോ തിന്നണത്, എങ്ങനെ വിറ്റ് ഇതൊക്കെ തിന്നണ എന്നെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ ഹമീദ് പറഞ്ഞു, അത് ഒരു നാടല്ലേ, അവർക്കത് ശീലമായി, നമ്മളിതിപ്പോൾ ആദ്യമായിട്ട് കഴിക്കുമ്പോൾ നമുക്ക് തോന്നിക്കാറിയാം, നമ്മൾ വല്ലപ്പോഴും അല്ലേ ഇവിടെ വരുമ്പോഴല്ലേ കഴിക്കണുള്ളൂ, അതുകൊണ്ടാണ് അങ്ങനെയെല്ലാം തോന്നുന്നത്, ഓരോ സ്ഥിരം കഴിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെയല്ലേ, അപ്പോൾ അതുകൊണ്ട് ഓൽക്കൊന്നും ആ പ്രശ്നം ഉണ്ടാവില്ല എന്നെല്ലാം പറഞ്ഞു. അപ്പോൾ ജമീലത്ത് പറഞ്ഞു, എനിക്കെന്തായാലും ഞാൻ ഒന്നും തിന്നിട്ടില്ല, വിശപ്പും മാറിയിട്ടില്ല, എനിക്ക് നിങ്ങൾ പോണ വഴിക്ക് വല്ല ബ്രെഡോ പഴം എന്തെങ്കിലും കാണുകയാണെങ്കിൽ അത് വാങ്ങി തന്നാണ്, ഇതൊന്നും പിടിക്കണില്ല എന്നെല്ലാം പറയുന്നുണ്ട്. ഏകദേശം വൈകുന്നേരം ആയപ്പോഴാണ് അവർ അങ്ങനെ റൂമെല്ലാം റെഡിയായി. അപ്പോൾ നമ്മുടെ ഹമീദ് പറഞ്ഞു, ഇനി എന്തായാലും നമുക്ക് ഇവിടെ അവരൊരു ചെറിയൊരു വില്ലയാണ് എടുത്തത് എല്ലാവർക്കും താമസിക്കാൻ. അപ്പോൾ അവർ പറഞ്ഞു, നമുക്ക് ഇവിടെ രാത്രി പോയി ഇവിടെ നിൽക്കാം, എന്നിട്ട് നമുക്ക് രാവിലെ ഇവിടെ സ്ഥലങ്ങളൊക്കെ കാണാൻ ഇനി രാവിലെ ഇറങ്ങാം, കാരണം ഒന്നാമത് പുറത്തിറങ്ങിയ ഭയങ്കര തണുപ്പ്, വൈകുന്നേരം ആയില്ലേ, പിന്നെ അത് മാത്രമല്ല ഈ രാത്രിയൊക്കെ ഇപ്പോൾ എന്ത് കാഴ്ച കാണാനാ, നമുക്ക് രാവിലെ ചായ എല്ലാം കൂടി കഴിഞ്ഞിട്ട് എല്ലാം നടന്നു കാണാം എന്നെല്ലാം പറഞ്ഞു. അപ്പോൾ നമ്മുടെ ജമീലത്തെയും പറഞ്ഞു, എനിക്ക് തണുത്തിട്ട് വയ്യ മക്കളെ, എനിക്ക് എങ്ങനെ ഇപ്പോൾ നിങ്ങളൊക്കെ ഇവിടെ നിൽക്കണത്, നമ്മുടെ ജമീലത്തെയും അങ്ങനെ തണുപ്പുള്ള സ്ഥലത്തേക്ക് ഊട്ടി മൈസൂർ ആ ഒരു സ്ഥലത്തേക്ക് ആദ്യമായിട്ട് വരികയായിരുന്നു. പിന്നെ ഇപ്പോൾ പ്രായമൊക്കെ ആയതല്ലേ, അപ്പോൾ നമ്മുടെ ചെറുപ്പക്കാരെ പോലെയൊന്നും തണുപ്പ് സഹിക്കാനുള്ള കഴിവൊന്നും എന്തായാലും പ്രായമായവർക്ക് ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അവർ പറയുന്നുണ്ട്, എനിക്ക് തണുത്തിട്ട് വയ്യ, നിങ്ങൾ ഈ AC ഒക്കെ ഒന്ന് ഓഫാക്കി കാണി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹമീദ് പറയുന്നുണ്ട്, AC ഒന്നും ഇട്ടിട്ടില്ല, അത് ഇവിടുത്തെ കാലാവസ്ഥ അങ്ങനെ തന്നെയാണ്, റൂമിൽ ഫാനും AC ഒന്നും ഇട്ടിട്ടില്ലെങ്കിൽ തന്നെ തണുപ്പുണ്ടാവും, എന്നാൽ അതിനല്ലേ ഞാൻ നിങ്ങളോട് ആ ഒരു തണുപ്പിനിടണ കുപ്പായൊക്കെ എടുക്കാൻ പ്രത്യേകം പറഞ്ഞിരുന്നു, അതൊക്കെ എടുത്തില്ലേ, മോനെ അതൊക്കെ എൻ്റെ ബാഗിലുണ്ട് എന്നൊക്കെ പറഞ്ഞു. എന്നാൽ വേഗം അത് എടുത്തിടി, അല്ലാതെ നിങ്ങൾ അതൊന്നും ഇടാതെ ഇവിടെ തണുക്കണുണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ സെറ്ററും എല്ലാം ഇടി, അല്ലാന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കാരെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ ജമീലത്ത് കൊണ്ടുവന്ന സെറ്ററും അതുപോലെ തന്നെ മാസ്കും സെറ്ററും അതുപോലെ തന്നെ മങ്കി ക്യാപ്പ് അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം അവർ എടുത്തിട്ടു. അപ്പോൾ അവർ പറഞ്ഞു, ഇപ്പോൾ ആശ്വാസമായി മോനെ, ഇപ്പോൾ തണുപ്പിന് കുറച്ച് കുറവുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മുടെ ഹമീദ് പറഞ്ഞു, ഇവിടെ വരുമ്പോൾ അങ്ങനെയൊക്കെ തന്നെയാണ് നമ്മൾ തണുപ്പ് അഡ്ജസ്റ്റ് ചെയ്യുക, അങ്ങനെയെല്ലാം സൂക്ഷിക്കണം എന്നെല്ലാം പറഞ്ഞു.